അതിവാശിയേറിയ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം നാളെ വരാനിരിക്കുകയാണ്. ഇപ്പോൾ ചേലക്കരയിലെ UDF സ്ഥാനാർത്ഥി രമ്യ ഹരിദാസ് മാതൃഭൂമി ന്യൂസിനൊപ്പം ചേരുകയാണ്. ഇപ്പോൾ നാളെ എന്തായാലും ജനവിധി അറിയാം. എന്താണ് അവസാന ഘട്ടത്തിൽ ഒരു പ്രതീക്ഷ ഇപ്പോഴും? കാരണം ഞങ്ങളുടെ സഹപ്രവർത്തകരും ഞങ്ങളും അതേപോലെ ലീഡർഷിപ്പും UDFൻ്റെ ലീഡർഷിപ്പും എല്ലാവരും കഠിനാധ്വാനം നടത്തിയിട്ടുണ്ട്. പിന്നെ ഓരോ വീടുകളിലും അവർ സഹപ്രവർത്തകരാണെങ്കിലും വീട് കയറുമ്പോൾ ഭവന സന്ദർശനത്തിലും ഇപ്പം നമുക്ക് തന്നെ വ്യക്തിപരമായിട്ട് വാഹന പ്രചരണത്തിൽ പോകുമ്പോഴും ഒക്കെ കിട്ടുന്ന ഒരു വലിയ പിന്തുണ ഞങ്ങൾക്ക് തന്നെ നേരിട്ട് നമുക്ക് മനസ്സിലാകുമല്ലോ. അപ്പം അതിൽ നിന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് നല്ലൊരു ഒരു വിജയത്തിലേക്ക് തന്നെയാകുമെന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് ഇപ്പോഴും ഞങ്ങളുള്ളത്. ഏതൊക്കെ ഒരു കണക്കെടുപ്പ് ഓൾറെഡി കഴിഞ്ഞു കാണും. അപ്പോൾ ഏതൊക്കെ പഞ്ചായത്തുകളിലായിരിക്കും നമുക്ക് UDF ഒരു മേൽക്കൈ ഉണ്ടാവുക? അങ്ങനെ എന്തെങ്കിലുമൊക്കെ കണക്കെടുപ്പുകൾ നടന്നിട്ടുണ്ടോ? എത്ര വോട്ടിൻ്റെ ഭൂരിപക്ഷം അങ്ങനെയൊക്കെ? അതെല്ലാം നിങ്ങളുടെ അടുത്ത് ലീഡർഷിപ്പ് വളരെ കൃത്യമായിട്ട് വിശദീകരിക്കും എന്നുള്ളതാണ്. കാരണം അതെല്ലാം ലീഡർഷിപ്പാണല്ലോ പറയേണ്ടത്. ഒരു സ്ഥാനാർത്ഥി എന്നുള്ള രീതിയിൽ ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് ശേഷം ഒരു സ്ഥാനാർത്ഥി ആയതിനു ശേഷവും അതിനു മുന്നോടിയായിട്ട് പാർട്ടി വെച്ചിരിക്കുന്ന മുന്നൊരുക്കങ്ങളിലും UDF സംവിധാനത്തിലേക്ക് വന്നിരിക്കുന്ന മുന്നൊരുക്കങ്ങളിലുമെല്ലാം വളരെ സജീവമായിട്ട് ഇടപെടാൻ സാധിച്ച ഒരു മുൻകാല ജനപ്രതിനിധി എന്നുള്ള രീതിയിലുള്ള ഒരു പ്രവർത്തക കൂടിയാണ്. അപ്പോൾ ആ സമയങ്ങളിലൊക്കെ ഞങ്ങളുടെ സഹപ്രവർത്തകർ എടുത്തിരിക്കുന്ന ഒരു പ്രവർത്തനമുണ്ട്. അത് തെരഞ്ഞെടുപ്പിന് മുന്നൊരുക്കമായി വോട്ട് ചേർത്തലുകൾ ഉൾപ്പെടെ അതേപോലെ തന്നെ പ്രദേശത്തുള്ള ആളുകൾ പഠിക്കാൻ പോയിരിക്കുന്ന കുഞ്ഞുങ്ങളെയും എല്ലാവരെയും കാണുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്തിട്ടാണല്ലോ വോട്ട് ക്യാമ്പയിനിലേക്ക് എത്തുക. അപ്പം അങ്ങനെയുള്ള ആളുകളുമായിട്ടൊക്കെ നടത്തിയിരിക്കുന്ന സംവാദത്തിൽ നിന്ന് ചേലക്കരയിൽ ഒരു മാറ്റം ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളത് മനസ്സിലായപ്പോഴാണ് UDF വളരെ കൃത്യമായിട്ടൊരു തെരഞ്ഞെടുപ്പ് ഷെഡ്യൂൾ ഇട്ടത്. അപ്പം അത് മനോഹരമായിട്ട് അത് പൂർത്തീകരിക്കാൻ സാധിച്ചു. UDF പറഞ്ഞിരിക്കുന്ന ഷെഡ്യൂളുകളിൽ ഒരു മാറ്റങ്ങൾ പോലും ഉണ്ടാകേണ്ട സാഹചര്യം ഉണ്ടായിട്ടില്ല. അതെല്ലാം പൂർത്തീകരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ആത്മവിശ്വാസം ഞങ്ങളിലൊക്കെ ഉണ്ട്. പിന്നെ അറിയാലോ, വീടുകൾ കയറുന്ന സമയത്ത് എൻ്റെ സഹപ്രവർത്തകർ വീടുകൾ കയറി തിരിച്ചു വരുമ്പോൾ അവർ പറയുന്ന ഒരു ആത്മവിശ്വാസമുണ്ട് നമുക്ക് കിട്ടുന്നത്. അതേപോലെ തന്നെ വാഹന പ്രചരണം ഞാൻ പലപ്പോഴും പറയാറുണ്ട്. എനിക്ക് വാഹന പ്രചരണങ്ങളിൽ പോകുമ്പോൾ നമുക്ക് വീടിന് മുൻപിൽ അല്ലെങ്കിൽ ഗേറ്റിനരികിൽ റോഡിനരികിൽ അമ്മമാരും ഉമ്മമാരും ഒക്കെ വരുമ്പോഴും സഹോദരന്മാർ വരുമ്പോഴും അവർ നമുക്ക് കൈപിടിക്കുന്ന സമയത്ത് പകരുന്നൊരു ആത്മവിശ്വാസമുണ്ട്. പിന്നെ കഴിഞ്ഞൊരു 6 വർഷക്കാലമായിട്ട് ഇവിടുത്തെ ഒരു ജനപ്രതിനിധി ആയിരുന്നതാണ്. ഇപ്പോൾ ഈ കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ പോലും സീനിയറായിരിക്കുന്ന ഒരാളാണ് എനിക്ക് എതിരെ, മുൻ മന്ത്രി കൂടിയായിരുന്ന ആളാണ് മത്സരിച്ചിട്ട് പോലും 5000 വോട്ടിന് ഡിഫറൻസാണ് അവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു വലിയൊരു പിന്തുണ ചേലക്കരയിലെ ജനങ്ങൾ നൽകുന്നുണ്ട് എന്നുള്ളതൊരു നേരിട്ടുള്ള ഒരു ബോധ്യം തന്നെയാണ്. അപ്പോൾ അത് ഉറപ്പായിട്ടും ഉണ്ടാകും. ഒരു പ്രധാനപ്പെട്ട ഫാക്ടർ, ഒരു പോസിറ്റീവായിട്ടുള്ള ഫാക്ടർ എന്തായിരിക്കും രമ്യയെ സംബന്ധിച്ചിടത്തോളം? ചേലക്കരയിൽ UDFൻ്റെ ഒരു പ്രവർത്തനമാണോ? സ്ഥാനാർത്ഥി എന്ന നിലയിൽ നന്നായിട്ട് മുന്നോട്ട് പോകാൻ കഴിഞ്ഞതാണോ? എന്താണ് മനസ്സിലാവും? UDFൻ്റെ പ്രവർത്തനം വളരെ സജീവമായിട്ടുള്ള തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട്. പിന്നെ സ്ഥാനാർത്ഥി എന്നുള്ള രീതിയിൽ നമുക്ക് UDF തരുന്നൊരു ഷെഡ്യൂള് അത് വളരെ കൃത്യതയോടുകൂടി പൂർത്തീകരിക്കും. അപ്പോൾ അവസാനത്തെ ദിവസം ഞങ്ങൾക്ക് എവിടെയെങ്കിലും ഏതെങ്കിലും ചില സ്ഥാപനങ്ങൾ അതേപോലെ തന്നെ ചില പ്രധാനപ്പെട്ട എന്താ പറയുക സമൂഹത്തിൽ എല്ലാവരും ബഹുമാനിക്കപ്പെടുന്ന വ്യക്തികളെയൊക്കെ കാണാൻ ഉള്ള ആളുകൾ, അതേപോലെ പ്രൊഫഷണലായിരിക്കുന്ന ആളുകൾ, അങ്ങനെയുള്ള ആളുകളെയൊക്കെ ഒരു പരിധി വരെ നമുക്ക് കാണാൻ സാധിച്ചു അവസാനത്തെ ഒരു മിനുക്ക് പണിയിൽ. UDFൻ്റെ ഷെഡ്യൂൾ ഇട്ടതിന് പുറമെയാണ് അത്തരം ആളുകളെയൊക്കെ കാണാനുള്ള ഒരു സൗകര്യവും ഒക്കെ അനുസരിച്ചാണ് ഷെഡ്യൂൾ സ്ഥാനാർത്ഥി എന്നുള്ള രീതിയിൽ ഇട്ടിട്ടുണ്ടായിരുന്നത്. അതെല്ലാം പൂർത്തീകരിക്കാൻ കഴിഞ്ഞു എന്നുള്ളൊരു ആത്മവിശ്വാസമുണ്ട്. അതോടൊപ്പം തന്നെ തെരഞ്ഞെടുപ്പ് ദിവസങ്ങളിലും കാരണം UDFൻ്റെ പ്രവർത്തകരെടുത്തിരിക്കുന്ന ഒരു പ്രവർത്തനമുണ്ട്. അതേപോലെ അതുമാത്രമല്ല, ജനങ്ങളും ഇപ്പം വീട്ടിൽ ആക്സിഡൻ്റ് ആയിട്ടിരിക്കുന്ന എത്രയോ സഹോദരി സഹോദരന്മാർ നമ്മുടെ തെരഞ്ഞെടുപ്പ് സമയങ്ങളിൽ വോട്ട് രേഖപ്പെടുത്താൻ പോളിംഗ് ബൂത്തിലേക്ക് എത്തുമ്പം ഞങ്ങളുടെ പ്രവർത്തകർ ചെന്ന് നിങ്ങൾ വോട്ട് ചെയ്യാൻ വരില്ലേ എന്ന് ചോദിക്കുമ്പോൾ തന്നെ ഞങ്ങൾ എന്തായിരുന്നാലും വോട്ട് ചെയ്യാൻ വരും എന്ന് പറയുന്ന ഒരു പോസിറ്റീവ്. ഞങ്ങളാരും പറ്റാത്തതുകൊണ്ട് അല്ലെങ്കിൽ ഞങ്ങൾക്ക് യാത്ര ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് മാറി നിൽക്കുന്നു എന്ന് പറയുന്ന ഒരു അനുഭവം ഉണ്ടായിട്ടില്ല. അപ്പോൾ അതൊക്കെ വെച്ച് നോക്കുമ്പം UDFനെ സംബന്ധിച്ചിടത്തോളം ചേലക്കരയിലെ മാറ്റം ജനങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. അത് UDFനൊപ്പമായിരിക്കുമെന്നുള്ള പ്രതീക്ഷ തന്നെയാണ്. പക്ഷേ ഈ പാലക്കാടിന് ലഭിച്ച ഒരു നേതൃത്വത്തിൻ്റെ ഒരു പിന്തുണ ചേലക്കരയിൽ ഉണ്ടായിരുന്നോ ഈ തെരഞ്ഞെടുപ്പായിട്ട്? എനിക്ക് തോന്നുന്നത് പാലക്കാടിൻ്റെ ഷെഡ്യൂൾ മാറ്റിയപ്പം എല്ലാ ആളുകളുടെയും ഒരു കാരണം തുടക്കം മുതലേ 2 നിയോജക മണ്ഡലങ്ങളിലും ഒരേ സമയത്താണ് യോഗങ്ങൾ. ഇപ്പോൾ KPCC പ്രസിഡന്റ് ചേലക്കര വന്നാൽ അദ്ദേഹം ചേലക്കരയിലെ യോഗം കഴിഞ്ഞ നാട്ടിലേക്ക് പോകുന്നത്. പ്രതിപക്ഷ നേതാവ്
വിളിച്ചു കഴിഞ്ഞാൽ പ്രതിപക്ഷ നേതാവ് ആ യോഗം ചേലക്കര കഴിഞ്ഞിട്ടാണ് പാലക്കാട്ടിലേക്ക് പോകുന്നത്. അപ്പോൾ തുടക്കം മുതലേ ആ ഒരു പിന്തുണ, ആ ഒരു പരിഗണന ചേലക്കരയ്ക്ക് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. അതിനുശേഷം എനിക്ക് തോന്നുന്നു പാലക്കാടിൻ്റെ ഡേറ്റ് മാറ്റിയപ്പം പാലക്കാട്ടിലുള്ള ആളുകളെ കൂടി ചേലക്കരയിലേക്ക് ഞങ്ങളുടെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിലേക്ക് UDF സംവിധാനം ക്രമീകരിച്ചു എന്നുള്ളതും ഒരു വലിയ സന്തോഷമാണ്. അപ്പോൾ ഞാൻ പറയുകയാണെങ്കിൽ പാലക്കാടിനേക്കാൾ ചേലക്കരയിലാണ് UDF നേതൃത്വം ഏറ്റവും വളരെ കൃത്യതയോട് കൂടിയിട്ടുള്ള ഒരു പിന്തുണ ഞങ്ങൾക്ക് നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് ഒരു സ്ഥാനാർത്ഥി എന്നുള്ള രീതിയിൽ ബോധ്യപ്പെട്ടതും അത് തന്നെയാണ്. എത്ര ഭൂരിപക്ഷം പ്രതീക്ഷിക്കുന്നുണ്ട് ഒരു സംഖ്യ? കാരണം നമ്മൾ നാളെ കാലത്ത് കൗണ്ടിങ് സെൻറ്ററിലേക്ക് പോകാൻ കാത്തു നിൽക്കുകയാണ്. ചേലക്കരയിലെ ജനങ്ങൾ എന്നെ കൈവിടില്ല എന്നുള്ള പ്രതീക്ഷ തന്നെയാണ്. ഞാൻ തുടക്കം മുതൽ പറഞ്ഞ അതേ പ്രതീക്ഷ തന്നെയാണ്. അറിയാലോ, 2019 പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ വടക്കാഞ്ചേരി നിയോജകമണ്ഡലം മാത്രമാണ് UDFനൊപ്പം ഉണ്ടായിരുന്നത്. പക്ഷെ ആ സമയങ്ങളിൽ എല്ലാ പഞ്ചായത്തും, ചേലക്കരയിലെ മുഴുവൻ പഞ്ചായത്തുകളും നമുക്ക് വലിയൊരു ഭൂരിപക്ഷം തന്ന ഒരു പ്രദേശമാണ്. എല്ലാം ഈ 56 പഞ്ചായത്ത് 3 നഗരസഭയ്ക്കകത്ത് എല്ലാ പഞ്ചായത്തുകളും വലിയ ലീഡ് തന്നതാണ്. ആ സമയങ്ങളിൽ കിട്ടിയിരിക്കുന്നത് വലിയ ലീഡിനായിരുന്നു. അതിനുശേഷം നടന്ന തെരഞ്ഞെടുപ്പിന് സമയത്ത് വെച്ചാൽ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ LDF ആണ് ബാക്കി 7 നിയോജകമണ്ഡലം. അപ്പം ആലത്തൂർ മണ്ഡലം അങ്ങനെ ഇന്നൊരു പാർട്ടിയുടെ ഒരു കോട്ട എന്ന് പറയാൻ കഴിയില്ല എന്നുള്ളത് തന്നെയാണ്. കാരണം ജനങ്ങൾ അവരെ ആഗ്രഹിക്കുന്ന രീതിയിൽ ജനങ്ങളുടെ ഒരു രീതിയും രാഷ്ട്രീയ സാഹചര്യങ്ങളും ഒക്കെ നോക്കിയിട്ട് തന്നെ വോട്ട് ചെയ്യാൻ മനസ്സുകൊണ്ട് തയ്യാറായിരിക്കുന്ന ഒരാളുകളാണ് എന്നുള്ളത് തന്നെയാണ്. ഇപ്പോൾ ഈ 2024 തെരഞ്ഞെടുപ്പിൽ എത്തിയപ്പോഴും ഞാൻ പറഞ്ഞ സീനിയറായ അനുഭാവിയ മുന്നേ അയാൾ മത്സരിച്ചപ്പോഴും ചേലക്കര നമ്മളോട് ആ പിന്തുണ കൂടി ഉണ്ടായിട്ടുണ്ട്. കാരണം അതിൻ്റെ കൊടുത്ത ഭൂരിപക്ഷവും ഈ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ നൽകിയ ഭൂരിപക്ഷവും നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പം അതുകൊണ്ട് തന്നെ ഇവിടെ അങ്ങനെ എന്താ പറയുക, ഇന്നൊരു കോട്ട എന്നുള്ളതില്ല എന്നുള്ളത് തന്നെയാണ് എനിക്ക് ഈ ഒരു തെരഞ്ഞെടുപ്പുകളിൽ നിന്നൊക്കെ മനസ്സിലാക്കാൻ സാധിച്ചത്. അപ്പം അതുകൊണ്ട് എന്താ പറയുക, ഒരു വിജയം സമ്മാനിക്കും എന്നുള്ളത് തന്നെ. കാരണം ചേലക്കരക്കാർ മനസ്സുകൊണ്ട് തീരുമാനമെടുത്തു എന്നുള്ളത് നിങ്ങൾക്കും ബോധ്യപ്പെട്ടിട്ടുള്ളത് തന്നെയാണ്. അപ്പം അതിൻ്റെ ഒരു അംഗീകാരം നമുക്ക് നൽകും എന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് ഇപ്പം നിൽക്കുന്നത്. പാലക്കാട് നിന്ന് രാഹുലിനെയും കൂട്ടി ഒരു വണ്ടിക്ക് നിയമസഭയ്ക്ക് പോകാമെന്ന് കരുതുന്നുണ്ട്? അതെ, കാരണം കഴിഞ്ഞ ദിവസം നമ്മൾ രാഹുലിനെ ഒരുമിച്ച് കണ്ട സമയത്ത് രാഹുൽ തന്നെ പറഞ്ഞു അത് പാലക്കാട് നിന്നും ചേലക്കര വഴി പോകാം. ഉറപ്പായിട്ടും, കാരണം രാഹുലും ഞങ്ങൾ ഒരേ കുടുംബത്തിലെ അംഗങ്ങൾ ഒരുമിച്ച് മത്സരിക്കുന്നു. പാർട്ടി ഞങ്ങളെ പോലെയുള്ള പുതിയ അവർ നൽകുന്നത് എല്ലാവരാലും അതൊരു അഭിനന്ദനം ഉള്ള ഒരു കാര്യമാണ്. അപ്പം രാഹുലാണെങ്കിലും രമ്യ ഹരിദാസ് ആണെങ്കിലും പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം, കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം, UDFനെ സംബന്ധിച്ചിടത്തോളം ഒരേ കുടുംബത്തിലെ അംഗങ്ങളാണ്. അപ്പം ആ ഒരു തെരഞ്ഞെടുപ്പ് സമയങ്ങളിൽ ഉണ്ടാകുന്ന എല്ലാ പ്രവർത്തനങ്ങളും ഒരുമിച്ച് UDFും പാർട്ടിയും ഒക്കെ ഏറ്റെടുത്തു. അപ്പോൾ ആ ഒരുമിച്ചുള്ള പ്രവർത്തനത്തിൽ രാഹുലും ഞാനും ഒരുമിച്ച് നിയമസഭയിലേക്ക് പോകാൻ കാത്തിരിക്കുകയാണ്. ഏതായാലും തികഞ്ഞ ഒരു ആത്മവിശ്വാസം തന്നെയാണ് രമ്യ ഹരിദാസ് ഉള്ളത്. MS സുജിത്തിനൊപ്പം AK സ്റ്റെഫിൻ, മാതൃഭൂമി ന്യൂസ്, പാലക്കാട്.